പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് പിന്നാലെ LDF-ൽ ഭിന്നത. തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ പാളിച്ച പറ്റിയോ എന്ന് പരിശോധിക്കണമെന്ന് CPI പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുരളി താരേക്കാട്. പെട്ടി വിവാദവും പാണക്കാട് തങ്ങൾക്കെതിരായ വിമർശനവും തിരിച്ചടിയായി. തിരഞ്ഞെടുപ്പ് സമയത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുന്നതിന് കാരണമായി. ഇടത് കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നും മുരളി താരേക്കാട് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു തിരഞ്ഞെടുപ്പുകൾക്കപ്പുറം മതേതര സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും, ആ നിലപാടത്തിൽ നിന്ന് ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് വേണ്ടി ആ അട്ടിമറിക്ക് വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ ഇത് വിലയിരുത്തും. കണ്ണാടിയും മാത്തൂരും എന്തുകൊണ്ട് വോട്ട് കമ്മിയായി എന്നുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPIM പരിശോധിക്കണം. കാരണം അവിടെയൊക്കെ CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീമതി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ശക്തമായി നേതൃത്വം കൊടുക്കുകയും ഓരോ വോട്ടുകളും LDF പെട്ടിയിലേക്ക് വീഴും എന്ന ഒരു ധാരണ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ കണ്ണാടിയിൽ അഭൂതപൂർവമായ ഒരു തിരക്കായിരുന്നു. എന്തായാലും ഇടതുപക്ഷത്തിന് ഇലക്ഷൻ സ്ട്രാറ്റജി ഉണ്ടാക്കിയതിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് വന്നു. പെട്ടി വിവാദം, അതുപോലെ തന്നെ തങ്ങൾക്കെതിരായിട്ടുള്ള ചില നേതൃത്വത്തിൻ്റെ പ്രസ്താവനകൾ, ഇതൊക്കെ ഒരു മുസ്ലിം കൺസോളിഡേഷന് സഹായിക്കുന്നതും UDF സ്ഥാനാർത്ഥിയെ ഒരു രക്തസാക്ഷി പരിവേഷത്തിലേക്ക് എത്തിക്കുന്നതിനും അത് കഴിഞ്ഞു. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ വരെയാണ് ഇപ്പോൾ CPI നേതാക്കൾ ഇത്തരത്തിലുള്ള പരാമർശം, ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണാടി, മാത്തൂർ തുടങ്ങിയ പഞ്ചായത്തുകളിൽ വോട്ടുകൾ ഇത്രയും കുറഞ്ഞത് അത് വലിയ തിരിച്ചടിയായി എന്നാണ് പറയുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ, അതിൻ്റെ തന്ത്രത്തിൽ പാളിച്ച പറ്റിയോ എന്നുള്ളത് പരിശോധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ LDF-ൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതല കൂടി ഉണ്ടായിരുന്ന CPI മണ്ഡലം സെക്രട്ടറി മുരളി താരേക്കാട് പറയുന്നത്. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത്തരത്തിൽ ഉള്ള വിവാദങ്ങൾ അത് തിരിച്ചടിയായിട്ടുണ്ട്. പെട്ടി വിവാദവും അതോടൊപ്പം മുഖ്യമന്ത്രി പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനവും അത് തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് മുരളി താരേക്കാട് പറയുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം കൊടുക്കാൻ ഈ പെട്ടി വിവാദം കാരണമായിട്ടുണ്ട്. പാണക്കാട് തങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനം മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. അത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരമൊരു വിമർശനം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന്, പ്രത്യേകിച്ച് CPM-ൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ് കണ്ണാടിയും മാത്തൂരും. അവിടെ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു വോട്ട് വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ്, വോട്ട് ചോർച്ച, അതിനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തണം എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നം, ഈ മാത്തൂരും കണ്ണാടിയിലും എല്ലാം തന്നെ CPM-ൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഏതെങ്കിലും തരത്തിൽ ദോഷമായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. അങ്ങനെ CPI കടുത്ത അതൃപ്തിയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വീകരിച്ചിട്ടുള്ള തന്ത്രങ്ങളിൽ പലതും പാളി എന്നുള്ളതാണ് CPI-യുടെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടുകൂടിയാണ് ഈ പെട്ടി വിവാദവും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വിമർശനവും അത് തിരിച്ചടിയായി എന്ന് CPI-യുടെ മണ്ഡലം സെക്രട്ടറി പറയുന്നത്. ശരി പ്രസാദ്.